everyone. അപ്പോൾ നമ്മുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യേണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ ആദ്യം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ടു നാച്ചുറൽ നമ്പേഴ്സ് ഹുസ് സം ഇസ് 24 ആൻഡ് പ്രോഡക്റ്റ് ഇസ് 95. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഹിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്പേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, പകരം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് കൂടിയിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 24 കിട്ടുന്നു. അതുപോലെ തന്നെ അത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ 95 കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിനെ എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കാം. എക്സും വൈയും ആണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കൂടെ വൈ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 24 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് ഇൻറ്റു വൈ ചെയ്താൽ എത്ര കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്, 95 കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം, നമ്മുടെ വൈനെ എടുക്കാം. വൈ എന്ന് പറയുന്നത് എത്രയാണ്, 24ന് ഈ ഒരു എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു എക്സ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു ഇക്വേഷൻ എടുത്തു, അല്ലെങ്കിൽ ആ ഒരു ഇതെടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ വൈ മാത്രം എടുത്തു. വൈ എന്ന് പറയുന്നത് എന്താണ്, 24ന് നമുക്ക് എക്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വൈ കിട്ടും. ഇനി ഈ ഒരു ഇതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. എക്സ് വൈ ഈക്വൽ ടു 95 ആണ്. അപ്പോൾ ഇവിടെ എക്സിനെ എക്സ് ആയിട്ട് തന്നെ എടുത്തു. വൈക്ക് പകരം നമുക്ക് എന്തെടുക്കാം, വൈ ഈക്വൽ ടു 24 മൈനസ് എക്സ് അല്ലേ. അപ്പോൾ വൈക്ക് പകരം ഇവിടെ നമ്മൾ എന്തെടുത്തു, 24 മൈനസ് എക്സ് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു 24 മൈനസ് എക്സ് ഈക്വൽ ടു 95 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് കളയാം. അങ്ങനെ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 24 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 24x കിട്ടും. മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 95 എന്ന് വന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ആക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ആക്കുമ്പോൾ ആദ്യം നമ്മുടെ എക്സ് ആണ് വരണ്ടേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഈ ഒരു 24x, പിന്നെ നമ്മുടെ ഇത് സി ആണ്. ഈ സീനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ പ്ലസ് 95 ഈക്വൽ ടു 0 വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് ആക്കി. എന്താണ്, എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എക്സ് സ്ക്വയർ മൈനസ് 24x പ്ലസ് 95 ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറിയില്ലേ? ഇങ്ങനെ വരുമ്പോൾ ബാക്കി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എക്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. കാരണം നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ മുന്നിൽ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആണ്. ബി എന്ന് പറയുന്നത് എത്രയാണ്, മൈനസ് 24 ആണ്. ഇവിടെയുള്ള ആ ഒരു നെഗറ്റീവ് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ബി എന്ന് പറയുന്നത് മൈനസ് 24 ആണ്. സി എന്ന് പറയുന്നത് 95 ആണ്. ഇനി ഈ ഒരു ഇക്വേഷനിൽ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു ഓൾറെഡി മൈനസ് ബി ആണ്. അപ്പോൾ മൈനസ് 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് 24 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു A1 ആണ് ഇൻറ്റു സി എത്രയാണ്, 95/2a. 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 2 തന്നെയാണ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 24 സ്ക്വയർ ചെയ്യുമ്പോൾ 576 കിട്ടും. മൈനസ് എത്രയാണ്, 4 ഇൻറ്റു 95/2. അങ്ങനെ ആകുമ്പോൾ 24 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 196 ആണ് കിട്ടുക. ആ 196/2 റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 24 പ്ലസ് ഓർ മൈനസ് 14/2. ഒന്നെങ്കിൽ നമുക്ക് പ്ലസ് ഇട്ടിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മൈനസ് ഇട്ടിട്ട് ചെയ്യാം. 24, അപ്പോൾ ഇവിടെ നമുക്ക് 24 പ്ലസ് ഓർ മൈനസ് 14/2 കിട്ടിയില്ലേ? ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ഇവിടെ എത്രയുണ്ടാവും, 12 പ്ലസ് ഓർ മൈനസ് 7 ചെയ്യാം. അപ്പോൾ ഇവിടെ 12 പ്ലസ് 7 ചെയ്യാം. അപ്പോൾ 19 ആയിരിക്കും എന്ത് കിട്ടുക, എക്സ് കിട്ടുക. അതുപോലെ തന്നെ 12 മൈനസ് 7 ചെയ്യാം ഓർട്ടോ. അപ്പോൾ 12 മൈനസ് 7 ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് 19 ആവുകയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുപോലെ എക്സ് 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് 19 ആയിരിക്കും. അപ്പോൾ 5ഉം 19 ആണ് രണ്ട് എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പ്ലസ് ഇട്ടിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മൈനസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈക്വൽ ടു 0.42. ഇവിടെ കാൾ പിയേഴ്സൺസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മീൻ 86 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മീഡിയൻ 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ? മീൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ആണ്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സ്ക്യൂനെസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഓൾറെഡി സ്ക്യൂനെസ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.42 ആണ്. 3 ഇൻറ്റു മീൻ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ 86 ആണ് തന്നിട്ടുണ്ട്, മീഡിയൻ ഓൾറെഡി തന്നിട്ടുണ്ട് 80 ആണ് തന്നിട്ടുണ്ട്, ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചുകൂടെ? അതായത് 3 ഇൻറ്റു 86 മൈനസ് 80 ചെയ്യുമ്പോൾ 18 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 18 ബൈ 0.42 ആണ്. അപ്പോൾ എത്ര കിട്ടും? 42.857 കിട്ടി. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ചൂടെ? എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ? 42.857 ബൈ മീൻ എത്രയാ? 86 ഇൻറ്റു 100. എത്ര കിട്ടും നമുക്ക്? 49.83 ആണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാൻ വേരിയേഷൻ കാണാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവശ്യമുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടാനായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണണം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, അതെന്തായാലും നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ 2 ഇക്വേഷൻസ് ആണ് ഇതിൽ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് അർത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മളോട് അർത്തമെറ്റിക് മീൻ കാണാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഡാറ്റാസ് ആണ്? മാർക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാർക്സിനെ നമുക്ക് എക്സ് ആയിട്ടും നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഫ്രീക്വൻസി ആയിട്ടും എടുക്കാം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു ടേബിൾ പോലെ ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സിൽ ഏതൊക്കെ വരും? 20, 30, 40, 50, 60, 70. അതുപോലെ തന്നെ ഫ്രീക്വൻസിയിൽ ഏതൊക്കെയാണ് വരണേ? 8, 12, 20, 10, 6, 4. ഇനി മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ, അർത്തമെറ്റിക് മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ fx ബൈ n ആണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി വേണം, ഫ്രീക്വൻസി തന്നിട്ടില്ലെങ്കിൽ ഉള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? സിഗ്മ fx ബൈ n. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. n ഇവിടെ 60 ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ fx എന്ന് പറയുന്നത് f ഇൻറ്റു എക്സ് ആണ് കേട്ടോ. അപ്പോൾ 20 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 160 കിട്ടും, 12 ഇൻറ്റു 30 ചെയ്യുമ്പോൾ 360 കിട്ടും, 20 ഇൻറ്റു 40 ചെയ്യുമ്പോൾ 800 കിട്ടും, 50 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 500 കിട്ടും, 60 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 360 കിട്ടും, 70 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 280 കിട്ടും. ടോട്ടൽ സിഗ്മ fx എന്ന് പറയുന്നത് 2460 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ് ബാർ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് സിഗ്മ fx എത്രയാണ്? 2460 ബൈ n എത്രയാണ്? 60 ആണ്. അപ്പോൾ 2460 ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 41 ആണ് നമ്മുടെ അർത്തമെറ്റിക് മീൻ ആയിട്ട് കിട്ടുക. ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സും എഫ് എടുത്ത് എഴുതുക, ഫ്രീക്വൻസി എടുത്ത് എഴുതുക, fx കണ്ടുപിടിക്കുക, മീൻ്റെ ഇക്വേഷൻ നോക്കി വയ്ക്കുക, സിഗ്മ fx ബൈ n ചെയ്യുക. ഇനി നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ ഇക്വേഷൻസ് മാറി പഠിച്ചിട്ടുണ്ടോ? സംഭവം ആൻസർ ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും കിട്ടുന്നുണ്ടാവും, പക്ഷേ ഇക്വേഷനിൽ ചേഞ്ച്, ഞാൻ പറയുന്നതും നിങ്ങൾ പഠിച്ചതും തമ്മിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ പഠിച്ചതാണോ ഓക്കെ എങ്കിൽ അത് നോക്കിക്കൊള്ളാം കേട്ടോ. അല്ലാണ്ട് ഇക്വേഷൻ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആയി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറ്റ് വാട്ട് റേറ്റ് വുഡ് എ സം ഓഫ് മണി ഡബിൾ ഇൻ 10 ഇയേഴ്സ്? അതായത് നമുക്കിവിടെ റേറ്റ് തന്നിട്ടില്ല, സം ഓഫ് മണി എത്രയാണ് എമൗണ്ട് എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ആ ഒരു എമൗണ്ട് എന്താണ്? ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര റേറ്റിലാണ് അത് ഡബിൾ ആവണേന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എമൗണ്ട് തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എമൗണ്ടിനെ പി ആയിട്ട് എടുക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കൂട്ടുക അല്ലേ? ആ സിമ്പിൾ
സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൂടെ ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കൂടുമ്പോൾ നമുക്ക് ഡബിൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രിൻസിപ്പളിൻ്റെ ഡബിൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ 2p ആയിട്ട് മാറും. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൂടെ പ്രിൻസിപ്പൾ കൂടുമ്പോൾ 2p ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ n ഓൾറെഡി തന്നിട്ടുണ്ട്, 10 ഇയേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ, PNR/100 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, PNR/100ൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൂടെ നമ്മുടെ P ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്, 2p കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി PNR/100 + P എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് എഴുതിയിട്ടില്ലേ, ഇതിൽ നിന്ന് ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന് പകരം നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള PNR/100 ഇട്ട് കൊടുത്തു, പ്ലസ് പ്രിൻസിപ്പൾ ചെയ്യുമ്പോൾ നമുക്ക് 2p കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഇവിടെ n നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10R, P നമുക്കറിയില്ല, അപ്പം അത് വേണ്ട, എന്തായി വെട്ടിപ്പോയി, അത് ഇവിടെയും ഇവിടെയും പോയി, അപ്പോൾ ഇവിടെ 1 ആയി. അപ്പോൾ NR, അപ്പോൾ 10R/100 + 1 = എന്തായി, 2 ആയി. നമ്മുടെ P ഒക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം എടുക്കുകയാണ്. ഓക്കെ അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇതും പോവില്ലേ, ഇത് പോയി കഴിയുമ്പോൾ എങ്ങനെയാണ്, R/10 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും. 1 എങ്ങനെ വന്നു, ഈ ഒരു 1നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പോൾ 2 - 1 ആവും. അങ്ങനെ ഇവിടെ 1 വന്നു. അപ്പോൾ R എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10% ആയിരിക്കും. ഇവിടുത്തെ 1/10 വരുമ്പോൾ ഇവിടെ 1 × 10 വരുമ്പോൾ ഇവിടെ 10% ആണ് R വരിക. ഓക്കെ അല്ലേ. അതായത് നമുക്ക് എമൗണ്ട് അറിയില്ല, എമൗണ്ട് P ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൂടെ പ്രിൻസിപ്പിൾ കൂടുമ്പോൾ ഡബിൾ ചെയ്യാണ്, പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2p എന്ന് എടുത്തു. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ PNR/100 ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന് പകരം PNR/100 എടുത്തു. ആ 100 + P ചെയ്യുമ്പോൾ 2p ആണ് കിട്ടുകയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് P ഒക്കെ പോവും, ബാക്കി NR/100 +1 = 2 ആണ് വരിക. അതിൽ 10ഉം 100 നമ്മൾ വെട്ടിക്കളയുമ്പോൾ ബാലൻസ് R/10 കിട്ടും. പിന്നെ ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2 - 1 1 ആവും. അപ്പോൾ R എന്ന് പറയുന്നത് 10% കിട്ടും കേട്ടോ. ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രേ പറഞ്ഞ പ്രോബ്ലംസ് ഓക്കെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ അതിലും ജസ്റ്റ് ജോയിൻ ചെയ്യാം. കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ.